എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടേ നമുക്ക് പുള്ളിയുടെ അവസ്ഥ അറിയുന്നത്. നടുകൊണ്ട് വളഞ്ഞിട്ട് തല പുറകോട്ടാ പോകുന്നത്. പുറകെ എന്ന് വെച്ചാൽ നമുക്ക് പുള്ളിക്ക് ബാക്കിലാണ് കാണാം, എന്നിട്ട് പുറകോട്ട് നടക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കത് അതുപോലെ വയലന്റ് ആകുന്ന പിന്നെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര വിഷയമാണ്. ഭയങ്കര ഇവിടെ കട്ടിലെ കിടന്നാൽ കുത്തി മറിയുക, ഭയങ്കരമായിട്ട് നടുവേദനയാണ് എപ്പോഴും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിനെ എങ്ങനെയെങ്കിലും കരകയറ്റി രക്ഷപ്പെടുത്തണം. അവൻ്റെ കുടുംബം വിറ്റിട്ട് അവൻ ഇതുവരെ ചികിത്സിച്ച് അവനിനി മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലോട്ട് വിടാതെ അവനെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള തൊട്ടടുത്തുള്ള ആളാണ്. ചേട്ടന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഇത്തായാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ട് നേരിട്ട് കണ്ട് അന്വേഷിക്കാം, കാണുമ്പോ അറിയാൻ പറ്റും അത്രയും. പക്ഷെ ഇപ്പൊ കാണുമ്പോ ആള് നോർമലായിട്ട് കിടക്കുക. അവന്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ അസുഖം എന്ന് പറയുമ്പോൾ ഞാൻ പല പ്രാവശ്യം അവനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ സഹിച്ചിരിക്കുന്നു മോനെന്ന്. അപ്പം ഭയങ്കര ധൈര്യമായി. മനസ്സിനാണ് ധൈര്യം കൂടുതലായിട്ടും വേണ്ടതല്ലേ? മനസ്സിന് ധൈര്യം ഉള്ളതുകൊണ്ട് അവൻ എത്രയും പിടിച്ചു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിന്റെ അവസ്ഥ ഞാനായിരുന്നു ആത്മഹത്യ ചെയ്യുമായിരുന്നെന്ന്. ആ ഒരു അവസ്ഥയാണ് അവൻ്റെ. ഭയങ്കര വിഷമമാണ് അവൻ്റെ കാര്യങ്ങൾ. ഇപ്പം നോർമലി നമ്മളിങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമല്ല. ചേട്ടൻ വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പം തലയാ നേരെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഈ അസുഖത്തെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അസുഖത്തിൻ്റെ പേര് ഡിസ്റ്റോണിയ എന്നാണ്. അതിനെക്കുറിച്ചിട്ട് അറിയാവുന്നവർക്കറിയാം. അത്ര മാരകമായിട്ടുള്ള പാർക്കിൻസൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം ഉണ്ടല്ലോ. ഞാൻ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു ഭയാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. നമ്മുടെ പ്രിയമുള്ള പ്രേക്ഷകർ എല്ലാവരും ഈ ചേട്ടനെ സഹായിക്കണം. കാരണം ഞാൻ ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളുടെ വീഡിയോ ആദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നില്ല. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചേട്ടനെ ആത്മാർത്ഥമായിട്ടൊന്ന് സഹായിക്കണം. ഇതിൽ നിന്നൊരു മാറ്റം നന്നായിട്ട് നടക്കണം എന്നാണ് ചേട്ടന് ആഗ്രഹം, അല്ലേ? മാത്രമാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചേട്ടനെ സഹായിക്കണം. ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. മറ്റു പല തിരക്കുണ്ടായിട്ട് ഇന്ന് ഓടി വന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ ഇത്രയും മോശമായിട്ടുള്ള സാഹചര്യം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ടാകണം.